ന്യൂസ് 16 കേരള. DKICC നേതാക്കൾക്ക് സ്വീകരണം നൽകി. ദക്ഷിണ കേരള ഇസ്ലാമിക് കൾച്ചർ സെന്റർ DKICC ഗ്ലോബൽ കമ്മിറ്റി പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ചുങ്കപ്പാറ ഷറഫുദ്ദീൻ ബാക്കവിയെയും ജിദ്ദ സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് അൽ കാശിഫിയെയും വായ്പൂർ മേഖലാ ലജ്നത്തിൽ മുഅല്ലിമീന്റെ നേതൃത്വത്തിൽ ഭവനം സന്ദർശിച്ചു സ്വീകരണം നൽകി. മേഖലാ പ്രസിഡന്റ് മുഹമ്മദ് ഷാഹ് ബാക്കവിയുടെ അധ്യക്ഷതയിൽ കൂടിയ യോഗം സീനിയർ വൈസ് പ്രസിഡന്റ് കോട്ടങ്ങൽ അബ്ദുൽ വഹാബ് മൗലവി ഉദ്ഘാടനം ചെയ്തു. മൊഹീദ്ദീൻ ജുമാ മസ്ജിദ് ചീഫ് ഇമാം ഷാജഹാൻ മൗലവി അൽ കാസിമി, ചുങ്കപ്പാറ മഹല്ല് പ്രസിഡന്റ് മുഹമ്മദ് സലീം സാഹിബ്, ജമിയത്തുൽ ഉലമ മല്ലപ്പള്ളി താലൂക്ക് സെക്രട്ടറി അബ്ദുൽ ഷുക്കൂർ മൗലവി, മേഖലാ ട്രഷറർ ഹനീഫ മൗലവി എന്നിവർ ആശംസാ പ്രസംഗങ്ങൾ നടത്തി. ജമിയത്തുൽ ഉലമ താലൂക്ക് പ്രസിഡന്റ് ജനാബ് മുഹമ്മദ് ഷാ ബാക്കവി ഗ്ലോബൽ പ്രസിഡന്റ് ഷറഫുദ്ദീൻ ബാക്കവിക്ക് മൊമന്റോ നൽകി ആദരിക്കുകയും ജമിയത്തുൽ ഉലമ താലൂക്ക് വൈസ് പ്രസിഡന്റ് ജനാബ് അബ്ദുസമദ് മൗലവി ഷാൾ അണിയിച്ച് ആദരിക്കുകയും ചെയ്തു. ജമിയത്തുൽ ഉലമ താലൂക്ക് വൈസ് പ്രസിഡന്റ് അബ്ദുസമദ് മൗലവി, ജിദ്ദ സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് കുഞ്ഞരിപ്പള്ളി സയ്യിദ് മുഹമ്മദ് കാശിഫിക്ക് മൊമന്റോ നൽകി ആദരിക്കുകയും ലജ്നത്തുൽ മുഅല്ലിമീൻ മേഖലാ വൈസ് പ്രസിഡന്റ് അബ്ദുൽ വഹാബ് മൗലവി ഷാൾ അണിയിച്ച് ആദരിക്കുകയും ചെയ്തു. താലൂക്ക് ജമിയത്തുൽ ഉലമ ഭാരവാഹികൾ, വായ്പൂർ മേഖല ലജ്നത്തുൽ മുഅല്ലിമീൻ ഭാരവാഹികൾ, ചുങ്കപ്പാറ മുസ്ലിം ജുമാഅത്ത് ഭാരവാഹികൾ എന്നിവർ യോഗത്തിൽ സന്നിഹിതരായിരുന്നു. മേഖലാ ജോയിന്റ് സെക്രട്ടറി ഷെഫീഖ് മൗലവി സ്വാഗതവും വൈസ് പ്രസിഡന്റ് സിയാദ് മൗലവി നന്ദിയും പറഞ്ഞു. റിപ്പോർട്ട് അബ്ദുൽ കലാം മൗലവി. പക്ഷമില്ല, വിവേചനമില്ല. നേരിനൊപ്പം, നാടിനൊപ്പം, നാട്ടുകാർക്കൊപ്പം. ന്യൂസ് 16 കേരള ചാനൽ.